കോഴിക്കോട് വിലങ്ങാട് വീണ്ടും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ. ഇന്നലെ രാത്രി കടുവയെ കണ്ടതിന് സമീപത്താണ് ഇന്നും കടുവയെ കണ്ടത് എന്നതാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തുകയാണ്. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇതിൽ നാട്ടുകാർ പറയുന്നത് എന്താണ്? വനംവകുപ്പിന്റെ തുടർ നടപടി എങ്ങനെയാകും? അനുജ, വിലങ്ങാടിന് സമീപം ഇന്നലെ രാത്രി 2 തവണയാണ് കടുവേനെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. ആദ്യം 9 മണിയോടെയാണ് ചെറിയ പനവും ഭാഗത്ത് കടുവയെ കണ്ടുവെന്ന് അവിടുത്തെ പ്രദേശവാസി നാട്ടുകാരെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തുമ്പോഴാണ് ഈ ആദ്യം കടുവയെ കണ്ടു എന്ന് പറയുന്നതിന് 500 മീറ്റർ അപ്പുറത്ത് വീണ്ടും കടുവയെ കണ്ടു എന്ന് പറയുന്നത്. അതായത് ഒരു കേഴമാനിന് പിന്നാലെ ഓടുന്നത് കണ്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിക്കൊണ്ടുവരുന്നത്. വനംവകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ, കോഴിക്കോട് DFOയുമായി ബന്ധപ്പെടുമ്പോൾ ഇതുവരെയും കടുവ അവിടെ എത്തിയതിന്റെ ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതിന് കാരണം വേനൽക്കാലമാണ്. കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാണ് DFO തന്നെ പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ പരിശോധന നടത്തണം. അതുമാത്രമല്ല, ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. അനുജ, അതാണ് കോഴിക്കോട് നിന്നുള്ള വിവരം. രാഹുൽ സുരേഷാണ് വിശദാംശം നൽകിയത്.